MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായൺകുട്ടി വാര്യർ ആണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹം നമുക്കിപ്പം അതിഥിയായി ചേരുകയാണ്. നമസ്കാരം വാര്യർ സാർ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന ക്യാൻസറുകൾ അത് ഏതൊക്കെയാണ്, നമ്മൾ പേടിക്കേണ്ടത് അത് ഏത് ക്യാൻസറിനെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അർബുദം കാണുന്നത് സ്ത്രീകളിലാണെങ്കിൽ സ്തനാർബുദം തന്നെയാണ്. പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡിന്റെ ക്യാൻസറും കൂടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടാകാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശത്തിന്റെ ക്യാൻസർ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തില് പൊതുവെ വായിലത്തെ ക്യാൻസറുകൾ കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തോതും കൂടിയിട്ടുണ്ട്. അതുകൂടാതെ വൻകുടലിന്റെ മലാശയ ക്യാൻസറിന്റെയും തോത് വളരെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ കണ്ടുവരുന്നതാണ്. ഇതിനു മുമ്പേ നമുക്ക് ഒരു 10-20 വർഷം മുമ്പേ സ്ത്രീകളിൽ ഗർഭാശയ മുഖ ക്യാൻസർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് വളരെ വ്യാപകമായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഗർഭാശയ മുഖ ക്യാൻസർ വളരെ കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു എന്ന് വേണം കരുതാൻ. ഈ ഏർലി ഡിറ്റക്ഷൻ അതെങ്ങനെയാണ്? ഈ ഏത് രോഗം വരുന്നതിലും അത് നല്ലതല്ലേ, നമുക്ക് തടയാനാവില്ലേ? ഞങ്ങൾ 25 കൊല്ലം മുമ്പേ ചികിത്സ ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം 80% സ്തനാർബുദങ്ങളും 4ാമത്തെ സ്റ്റേജിലായിരുന്നു കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് 3ാമത്തെ സ്റ്റേജോ അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജിന്റെ തന്നെ ലേറ്റ് ആയിട്ടുള്ള 2ാമത്തെ സ്റ്റേജോ ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വളരെ നേരത്തെ തന്നെ ഒരു മുഴയായിട്ട് വരുന്നതിന് മുമ്പേ തന്നെ സ്തനാർബുദം കണ്ടുപിടിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് തികച്ചും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനും വളരെ ലഘുവായ ചികിത്സ വഴി സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ ലെവലിലേക്ക് എത്താൻ ഇനിയും നമ്മൾ ഒരുപാട് കാലം എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ രോഗം കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ്, അതിന് നമ്മൾ എങ്ങനെ പോകണം, എപ്പോൾ പോകണം, തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കും. അല്ല, സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതിനല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ക്രീനിങ് വഴി ക്യാൻസർ കണ്ടുപിടിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. അത് മുൻകാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് വിജയിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടുന്നത് 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ വർഷത്തിലൊരിക്കൽ സ്തനാർബുദത്തിന്റെ ചെക്കപ്പ് ചെയ്തേ മതിയാവും. അതിന്റെ ചെക്കപ്പ് എന്ന് പറയുന്നത് ആകെ ഒരു മാമോഗ്രാം പരിശോധനയും പിന്നെ എല്ലാ മാസവും കുളിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് സ്വന്തം സ്ഥലങ്ങളൊന്ന് പരിശോധിക്കുക മാത്രമേ ചെയ്യണ്ടൂ. അപ്പം അതത്ര വലിയ വിഷമുള്ള കാര്യമൊന്നുമല്ല. കുളിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരം ഒന്ന് പരിശോധിക്കുക എന്ന് അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് കൂടാതെ 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മാമോഗ്രാം പരിശോധന വർഷത്തിലൊരിക്കൽ ചെയ്യുക. പുരുഷന്മാരാണെങ്കിൽ വായലത്തെ എന്തെങ്കിലും ഒരു മാറാത്ത അൾസറോ അല്ലെങ്കിൽ മുറിവുകളോ, മലാശയ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വയറ്റിന്ന് പോകുമ്പോൾ എന്തെങ്കിലും രക്തം പോകുന്നുണ്ടോ, പിന്നെ മൂത്രമൊഴിക്കുമ്പോഴോ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു PSA ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ ആവശ്യമുള്ളൂ. നമ്മളപ്പം 50 വയസ്സിന് മേലെയുള്ള പുരുഷന്മാരൊരു ചെറിയ രക്തപരിശോധനയും അതേപോലെ തന്നെ മലപരിശോധനയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ക്യാൻസറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മള് മുൻകാലങ്ങളിൽ നമ്മളൊരു ഇതേപോലെ ഷുഗർ നേരത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും ആളുകൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സാർവത്രികമായിട്ട് ആളുകൾ സ്വന്തമായിട്ട് തന്നെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തേടി വരുന്നു ഡോക്ടർമാരെ. അപ്പൊ അതേപോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറണം. അത് മാറണം എന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ഭീകരാവസ്ഥ ഇപ്പോഴും ആളുകൾ വല്ലാതെ ചിത്രീകരിച്ചിട്ട് വഷളാക്കുന്നു.
അപ്പൊ അത് മാറ്റി ക്യാൻസർ ഒരു സാധാരണ രോഗം പോലെ ചികിത്സിക്കാവുന്നതാണ്. ക്യാൻസറിന് ഏറ്റവും നല്ല പ്രതിവിധികൾ ഉണ്ട് എന്നും മനസ്സിലാക്കുക. ഡോക്ടർ, ഇത് പ്രതിവിധി ഉണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ന് ചികിത്സയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, മരുന്നുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിജീവനം ഈ ക്യാൻസറിന്റെ കാര്യത്തിൽ എത്രത്തോളം സാധ്യമാണ്? ഇന്നിപ്പോൾ ഒരു പക്ഷേ ക്യാൻസറിന്റെ ഇതെടുക്കുകയാണെങ്കിൽ 60% ക്യാൻസറുകളും പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാൻസർ ഭേദമാവോ ഇല്ലയോ എന്നുള്ളതല്ല ചികിത്സകന്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. അവര് തിരിച്ച് ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റുക. അവിടെയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. തീർച്ചയായിട്ടും വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. ഈ രാജ്യത്തെ തന്നെ മികച്ച ഓങ്കോളജിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം, ഡോക്ടർ വാര്യർ. ഒരുപാട് സന്തോഷം. ഒപ്പം പ്രേക്ഷകരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്, അതിജീവനം ഒരുപാട് സാധ്യമാണ് ഇക്കാലത്ത് എന്നതാണ്.